ഇനി നമ്മൾ എട്ടാമതായിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇവിടെ. എന്താണ്? വാട്ട് ഓൾ ക്യാൻ ബി ഡൺ ടു എൻഷുവർ ജെൻഡർ ജസ്റ്റിസ്. അതായത് എന്തെല്ലാം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും തുല്യ ലിംഗനീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. വാട്ട് ഓൾ ക്യാൻ ബി ഡൺ, എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കും ടു എൻഷുവർ ഉറപ്പാക്കുന്നതിന് ജെൻഡർ ജസ്റ്റിസ്, അതായത് ലിംഗനീതി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് എഴുതാം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് വിദ്യാഭ്യാസത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യത നൽകുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എഡ്യൂക്കേഷൻ ഫോർ. രണ്ടാമതായിട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലീഡർഷിപ്പ്, നേതൃത്വ പാഠവം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുക. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉള്ള സ്വാതന്ത്ര്യവും തുല്യത എല്ലാവർക്കും, ആണുങ്ങൾക്ക് സ്ത്രീക്കും പുരുഷനും നൽകുക. ആൻഡ് പൊസിഷൻ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്കും തുല്യത വരുത്തുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്ത്രീക്കും പുരുഷനും. അപ്പം സ്ത്രീക്കും പുരുഷനും തുല്യത എവിടെയെല്ലാം ലഭിക്കണം? വിദ്യാഭ്യാസത്തിൽ ലഭിക്കണം, നേതൃത്വത്തിൽ ലഭിക്കണം, തീരുമാനങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കണം, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളിൽ എടുക്കണം. രണ്ടാമതായിട്ട് നമുക്ക് പറയാം ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവെയർ അറ്റ് എനി ടൈം വിത്ത് ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി. അതുപോലെ തന്നെ അവസരങ്ങൾ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? യാത്ര ചെയ്യുവാൻ. ടു ട്രാവൽ, ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അവസരങ്ങൾ, ടു ട്രാവൽ എന്ന് വെച്ചാൽ യാത്ര ചെയ്യുവാൻ, എനിവെയർ എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തും, അറ്റ് എനി ടൈം ഏത് സമയത്തും, വിത്ത് ഫ്രീഡം സ്വാതന്ത്ര്യത്തോടെയും, ആൻഡ് സെക്യൂരിറ്റി സുരക്ഷിതത്വത്തോടെയും. അപ്പം സ്വാതന്ത്ര്യത്തോടും സുരക്ഷിതത്വത്തോടും കൂടി ഏത് സമയത്തും എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ലഭിക്കണം. ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പെൺകുട്ടികൾ ഇപ്പം നമ്മളൊരു ബസ്സിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും രാത്രിയാവുമ്പോഴത്തേക്കും ബസ് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾ ബസ് സ്റ്റോപ്പിൽ പോയി പേടിയായ കാരണം കൊണ്ട് നോക്കി നിൽക്കും കൊച്ചുങ്ങളെ കൊണ്ടുവരാനായിട്ട്. അതേ സമയത്ത് ആൺകുട്ടികളെ ആണെങ്കിൽ ആരും പോകാറില്ല, അവരങ്ങ് വന്നോളൂ എന്ന് പറയും. ഇത് തന്നെയാണ് ഈ സുരക്ഷിതത്വത്തിൻ്റെ ഒരു കുറവ് പോലെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷിതത്വങ്ങളൊക്കെ മാറ്റി സുരക്ഷിതത്വമില്ലായ്മ മാറിക്കൊണ്ട് സ്വാതന്ത്ര്യം അവർക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നൽകണമെന്നാണ് പറഞ്ഞത്. ഓക്കെ. മൂന്നാമതായിട്ട് ഈക്വൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് തുല്യമായ അവകാശം നൽകണം. ഒക്കെ ഇന്ത്യയിലെ ഭരണഘടന അത് നൽകുന്നുണ്ട്, പക്ഷേ പല ഭവനങ്ങളിലും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ. നാലാമതായിട്ട് ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്. അതായത് തുല്യ വേതനം ഏതിനാണ്? തുല്യമായ ജോലി ചെയ്യുന്നതിന്. നമ്മൾ ഗവൺമെൻറ് സർവീസിലൊക്കെ അതുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾക്കറിയാം നമ്മളുടെ വീടുകളിലോ പറമ്പുകളിലോ എവിടെയെങ്കിലും ഒരാളെ നമ്മുടെ അയ്യത്ത് ഒരു പണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിളയിൽ അല്ലെങ്കിൽ പറമ്പിൽ പണിയാനായിട്ട് വിളിക്കുകയാണെങ്കിൽ ഒരേ പണി ഒരു പുരുഷനും സ്ത്രീയും ചെയ്യുവാണെങ്കിൽ പോലും പുരുഷന് ഒരല്പം കൂടുതൽ പൈസ കൊടുക്കുന്ന പ്രവണതയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്, അതായത് തുല്യമായ കൂലി തുല്യമായ ജോലി ചെയ്യുന്നവർക്ക്. അഞ്ചാമതായിട്ട് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ മെൻ ആൻഡ് വുമൺ ഇൻ ഫാമിലി കെയർ ആൻഡ് ഹൗസ് ഹോൾഡ് ഹോയേഴ്സ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കണം. അതായത് ഉത്തരവാദിത്തങ്ങൾ തുല്യതയോടെ പുരുഷനും സ്ത്രീയും എന്താണ് പങ്കിട്ടെടുക്കണം. എന്ത് ഉത്തരവാദിത്തങ്ങൾ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? കുടുംബത്തിൻ്റെ പരിചരണത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും, വീട്ടിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടും. ഇവിടെ സാധാരണ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും പണിക്ക് പോയിട്ട് വന്നാൽ ഭർത്താവ് വീട്ടിൽ വന്ന് സാധാരണ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ആശാൻ അവിടെ കയറിയിരുന്ന് ചിലരും ടി വി കാണുമ്പോൾ പാവം ഭാര്യ രണ്ടാമത് പോയി അവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് ഏർപ്പെടും. ഇവിടെ പറയുന്നത് എന്താണ്? ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഇതേ സമയത്ത് തന്നെ രണ്ടുപേരും തുല്യതയോടുകൂടി ആ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കുടുംബത്തെ സംരക്ഷിക്കുകയും കുടുംബത്തിലെ വർക്കുകൾ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ആറാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് അവോയ്ഡ് ചൈൽഡ് മാരേജ്. ചൈൽഡ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈശവ വിവാഹം നടത്താതിരിക്കുക. കാരണം ശൈശവ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കും, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും. വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ ഉയർന്നു വരുവാനുള്ള സാധ്യത കുറവായിരിക്കും. ഏഴാമതായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രൊവൈഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതായത് ജോലി സാധ്യതയുള്ള
വിദ്യാഭ്യാസം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകേണ്ടത് അനിവാര്യമാണ്. ജോലി സാധ്യതയുള്ള വിദ്യാഭ്യാസം കിട്ടുമ്പോഴാണ് ഓരോരുത്തരും സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ പ്രാപ്തരായിത്തീരുന്നത്. അതുകൊണ്ട് ജോലി സാധ്യതയുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 116 പേജിലാണ്. പേജ് നമ്പർ 116 സെക്സ് ആൻഡ് ജെൻഡർ. അതായത് നമ്മൾ 116 പേജിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സെക്സ് ആൻഡ് ജെൻഡർ, അല്ലെങ്കിൽ ലിംഗഭേദവും ലിംഗപദവിയും എന്നുള്ള ഒരു പാരഗ്രാഫ് കാണുവാനായിട്ട് സാധിക്കും. ആ പാഠഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും പുസ്തകം എടുത്ത് വയ്ക്കുക. വെൻ ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് യൂഷ്വലി ഐഡൻറ്റിഫൈഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സെക്സ് അല്ലെങ്കിൽ ലിംഗം എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഒരു കുട്ടി ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് യൂഷ്വലി ഐഡൻറ്റിഫൈഡ് അറ്റ് ബർത്ത്. ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നത് ആ കുട്ടിയുടെ ജനന സമയത്താണ്. അതായത് ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ സെക്സ് അല്ലെങ്കിൽ ലിംഗം അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ എന്നത് തിരിച്ചറിയുന്ന എപ്പോഴാണ്? ഐഡൻറ്റിഫൈഡ് തിരിച്ചറിയുന്ന എപ്പോഴാണ്? യൂഷ്വലി സാധാരണയായി അറ്റ് ബർത്ത് ജനനസമയത്താണ് എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി 10ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബേസിസ് ഫോർ ദ ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ആർ ദ ബേസിസ്, എന്താകുന്നു അടിസ്ഥാനം, എന്തിന്? ഫോർ ബയോളജിക്കൽ ഡിഫറൻസ്, ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവശാസ്ത്രപരമായി എന്താണ് ആൺപെൺ ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ബേസിസ് ഫോർ ദ ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ, അതായത് ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ആണിനും പെണ്ണിനും തമ്മിൽ എന്താണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ സ്ത്രീയും ഒരാൾ പുരുഷനുമായിട്ട് രൂപപ്പെടുന്നത് എന്നാണ് ഇവിടെ സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ക്രോമോസോംസ്, ഹോർമോൺസ് ആൻഡ് മെനി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫിസിക്കൽ characteristics are the basis for the biological differentiation of male and female. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്രോമോസോമുകളും ഹോർമോണുകളും ബാഹ്യവും ആന്തരികവുമായ നിരവധി ശാരീരിക സവിശേഷതകൾ ആണ് ജീവശാസ്ത്രപരമായി ആൺപെൺ ലിംഗഭേദത്തിന് അടിസ്ഥാനം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു. ക്രോമോസോമുകളും ഹോർമോണുകളും ആൻഡ് മെനി എക്സ്റ്റേണൽ, അതായത് ബാഹ്യമായിട്ടുള്ളതും, ആൻഡ് ഇൻറ്റേർണൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഇൻറ്റേർണൽ ആന്തരികമായിട്ടുമുള്ള ശാരീരികമായിട്ടുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, നിരവധി ശാരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന സവിശേഷതകൾ ആർ ദ ബേസിസ്, അവയാകുന്നു അടിസ്ഥാനം. എന്തിന്? ഫോർ ദ ബയോളജിക്കൽ ഡിഫറൻസിയേഷൻ, ജീവശാസ്ത്രപരമായ വ്യത്യാസം. എന്തിനു വേണ്ടിയാണ്? ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ, പുരുഷനും സ്ത്രീയുമായിട്ട് ജീവശാസ്ത്രപരമായ വ്യത്യാസത്തിനുണ്ടാകുന്ന കാരണങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻ്റർസെക്സ് പേഴ്സണാലിറ്റി? നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഇൻ്റർസെക്സ് പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഇൻ്റർസെക്സ് പേഴ്സണാലിറ്റി? എന്താണ് ഇൻ്റർസെക്സ് പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? The category of intersex includes those who are born with reproductive organs that are neither fully female nor male, or combination of both, or with chromosomes having variations. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഇൻ്റർസെക്സ് കാറ്റഗറി അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്നത് ഏതാണ്? ഒന്നുകിൽ പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അല്ലാത്തതായോ ഇവ രണ്ടും ചേർന്നതായോ വ്യത്യസ്തമായ ക്രോമോസോമുകളുള്ളവരായോ ജനിച്ചവരാണ് ഇൻ്റർസെക്സ് വിഭാഗത്തിൽപ്പെടുന്നത്. ഓക്കെ, ഞാനതൊന്നുകൂടി പറഞ്ഞു തരാം. ദ കാറ്റഗറി, അതായത് ആ ഇൻ്റർസെക്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഇൻ്റർസെക്സ് വിഭാഗത്തിലുള്ള ആളുകൾ എന്ന് ദ കാറ്റഗറി ഓഫ് ഇൻ്റർസെക്സ് ഇൻക്ലൂഡ്സ്, അതായത് ഇൻ്റർസെക്സിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ദോസ് ഹു ആർ ബോൺ വിത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ആരൊക്കെയാണോ
പ്രത്യുൽപാദന അവയവങ്ങളുമായിട്ട്, ഏത് തരത്തിലുള്ള പ്രത്യുപയോഗങ്ങളുമായിട്ട് ജനിച്ചിരിക്കുന്ന ഓർഗൻസ് ദാറ്റ് ആർ നെയ്തർ ഫുള്ളി ഫീമെയിൽ നോർ മെയിൽ, അത് പൂർണ്ണമായും പുരുഷൻ്റെയോ പൂർണ്ണമായോ സ്ത്രീയുടെയോ ആയിരിക്കില്ല. ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ചേർന്നായിരിക്കും. ഓർ വിത്ത് ക്രോമോസോംസ് ഹാവിങ് വേരിയേഷൻ, അതുപോലെ തന്നെ ക്രോമോസോമുകളുടെ അളവിൽ ക്രോമോസോമുകൾ ഉള്ളവരായോ, അല്ലെങ്കിൽ വ്യത്യസ്തമായ, അല്ലെങ്കിൽ ഇവ ചേർന്നതായിട്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും ക്രോമോസോമുകൾ ചേർന്നതായിട്ട് ജനിച്ചവരോ ആയ ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർസെക്സ് എന്ന് കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഇൻ്റർസെക്സ് ടൈപ്സ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്, എത്ര തരത്തിലുള്ള ഇൻ്റർസെക്സ് കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളത്? അതായത് എത്ര തരത്തിലുള്ള ഇൻ്റർസെക്സ് ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എബൌട്ട് 40 ഇൻ്റർസെക്സ് ടൈപ്സ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്, അതായത് ഏകദേശം 40ഓളം ഇൻ്റർസെക്സ് കാറ്റഗറിയിലുള്ള ആളുകളെ ഇന്ന് തരംതിരിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്.